ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്ന് എടുക്കുന്ന വീഡിയോ ഞാൻ മൺഡേ തന്നെ പോസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും ഇന്ന് എൻ്റെ അമ്മയുടെ കുടുംബ കോവിലിൽ ഒരു ലക്ഷദ്വീപം എന്ന് പറഞ്ഞിട്ട് ഒരു വിളക്ക് കത്തിക്കാനായിട്ട് ക്ഷേത്രത്തിൽ പോകണം. ചുറ്റുവിളക്കാണ്. അപ്പം എൻ്റെ അമ്മയുടെ ചേച്ചിയും അനിയത്തിയും അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പം നമുക്ക് ആ ക്ഷേത്രത്തിൽ പോയി അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പം ഈ ഡ്രസ്സ് മാറട്ടെ, നമുക്ക് നേരെ ക്ഷേത്രത്തിൽ പോകാം. ക്ഷേത്രത്തിൽ പോയിട്ട് പിന്നെ നമുക്ക് അവിടുത്തെ ഓരോ കാര്യങ്ങൾ കാണാം. എനിക്കിനി വോയിസ് ഓവർ ഇനി ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം അതനുസരിച്ച് നമുക്ക് നോക്കാം. അപ്പം അവിടെ പോയിട്ട് കാണാം. ഇതാരത് അവൾ അവസാനം അഗ്നിയിൽ സ്വയം ഹോമിച്ചു. രണ്ടാമതായി അവൾ അവതരിച്ചു സെക്കൻഡിയായി. എന്നിട്ട് ആ സെക്കൻഡി ഭാവത്തിൽ അവൾ പോയി ഭീഷ്മനെ വീഴ്ചു. സ്ത്രീ രക്ഷപ്പെട്ടാൽ ഈ ജന്മത്തെ പറ്റി അടുത്ത ജന്മത്തിലേക്ക് അവർ നേടിയിരിക്കും. അതുകൊണ്ടാണ് എല്ലാം നമ്മൾ തന്നെ കത്തിക്കേണ്ടതാണ്. എല്ലാം അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും അമ്പലത്തിനുള്ളിൽ മാത്രമല്ല പുറത്തേക്ക് ഇറങ്ങാം.
ശ്രദ്ധിക്കുക. അവിടെ നിൽക്കണ്ട, വഴിയിൽ നിൽക്കുന്നവരെ പുറത്തേക്ക് ഇറങ്ങി ദീപം പകരൂ. വസ്ത്രങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാവരും വസ്ത്രങ്ങളും തലമുടിയും ശ്രദ്ധിക്കുക. സ്ത്രീജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധിക്കുകയാണ്. തലമുടികൾ പൊക്കിക്കെട്ടുക, തലമുടികൾ ശ്രദ്ധിക്കുക. പുറത്തേക്ക് ഇറങ്ങും, എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക. ഇവിടെ നിൽക്കുന്നവര് തിരക്കൂടെ പുറത്തേക്ക് ഇറങ്ങുക, വഴിയിൽ നിൽക്കണ്ട. ഭഗവതി പറഞ്ഞു ഞാൻ പൊക്കോളാം. അങ്ങനെ ഭഗവതി ഗായത്രിയെ ഭൂമിയിൽ അവതരിച്ച് ഗായത്രി മന്ത്രം ചൊല്ലി നമ്മളെ കേൾപ്പിച്ചു. ഇപ്പൊ MS സുബ്ബലക്ഷ്മി ഗായത്രി മന്ത്രം റേഡിയോയിൽ ആരംഭിക്കുമ്പോൾ നമ്മൾ ധരിക്കുമ്പോ ഭഗവതി ഭൂമിയിൽ അവതരിച്ച ഏതാണ്ട് ഞാൻ താഴേന്ന് മുകളിലോട്ട് തീ കത്തിക്കണേ. തീ തെളിയിക്കുമ്പോ താഴത്ത് തട്ടിന്ന് മുകളിലോട്ട് കത്തിക്കുക. ഒരു നിൽക്കുമ്പോ മുകളിലത്തെ നിന്ന് തീ വളരരുത്, ശ്രദ്ധിക്കുക. മുടികൾ ആ ലക്ഷ്മി ഭഗവതി വിഷ്ണു ഭഗവാന്റെ ഭാര്യ ദൈവം പുരുഷനാണ്. ദൈവം സ്ത്രീ രൂപത്തിൽ വരാൻ വല്ലപ്പോഴേ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കിട്ടുള്ളൂ, വല്ലപ്പോഴേ ഒരുമിച്ച് കിട്ടും.